അതിനു വേണ്ടിയാണ് ഈ ലെഫ്റ്റിലെ ശവകുടീരെ ഞാൻ ഒഴിച്ചിട്ടേക്കണേ. പിന്നെ വേറെ ഒരു കാര്യം, അയ്യോ ആർപി തുടങ്ങിയോണ്ട് ആർപിയുടെ ഒരു കാര്യം സംസാരിച്ചിട്ട് കയറാൻ ഗൈസ്. എന്താ TVA vs KVA സിറ്റുവേഷൻ, അതായത് അത് ഡേ ബൈ ഡേ വൾഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സിറ്റുവേഷനിൽ നീഗന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നതിന് ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സോറി പറഞ്ഞതാണ്. പക്ഷേ TV ആണെന്ന് അറിഞ്ഞിട്ടും എന്താ തള്ളയുള്ളിന്നും അത് ഇതെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് രണ്ട് പ്ലേയേഴ്സ് ലൈവിലിരുന്ന് കുറച്ച് ഒരു മിനിറ്റ് കുണ്ണുങ്ങളെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി. അത് നീഗന് ബാഡായി. നീഗൻ പറഞ്ഞത് അവർക്കും ബാഡായി. ഇതിനൊരു പരിധിയുണ്ട് നമുക്ക് സോൾവ് ചെയ്യുന്നതിന്. അപ്പം അടുത്തൊരു ഇഷ്യൂ വരുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു വാറാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. മേ ബി ചിലപ്പം ഞാനും ഗ്യാസ്ട്രോ ഒന്നും ഇല്ലാത്ത സമയത്തോ അല്ല അപ്പാപ്പനൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും അത് സംഭവിക്കാൻ പോണത്. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റൂല. എനിക്ക് സത്യം പറഞ്ഞ അത് കുറച്ച് കൈവിട്ട കാര്യമാണ്. അതിലെന്താ ഒരു ഫിക്സ് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫിക്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് പറഞ്ഞതാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പാപ്പന് ഓൾറെഡി അറിയാം കേസ്. അപ്പാപ്പന് ഓൾറെഡി ഇത് അറിയാം. അപ്പാപ്പന് ഓൾറെഡി ഇത് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഓക്കെ, ഇതിപ്പോ ഇന്നലെ നീഗന്റെ കയ്യിൽ നിന്നും പോയി, പൃഥ്വിയുടെ മാവന്റെ എല്ലാം കയ്യിൽ നിന്ന് പോയി. അവരുടെ പോയിന്റ് POV നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആരെയും ബ്ലെയിം ചെയ്തില്ല. ഞാൻ പറഞ്ഞു നമ്മൾ നീറ്റൊന്നും പറയത്തില്ല. നീഗനെ എനിക്ക് ഇന്നലെ കൺട്രോൾ ചെയ്യാൻ നല്ല പാടുപെട്ടായിരുന്നു. അത് ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ അമ്മമാര് നല്ലവന്മാര്, അവര് മാത്രം മോശം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും പറയത്തില്ല. പക്ഷെ പറഞ്ഞു തരാം. കൊറേ തന്നെ ഇരുന്നാണെ കൊണ്ടച്ചി. എടാ ഞാനൊരു കാര്യം പറയട്ടെ അപ്പുക്കുട്ടൻ, എന്നത്തേക്കാവും? ഞാൻ കണ്ടു, ഞാൻ പുറത്തുനിന്നെല്ലാം കണ്ടു. അല്ല എന്നത്തേക്കാവുന്നൊരു ഇത് പറയോ? എന്റെ ഒരു കേക്കുന്നില്ല, നിന്റെ സൗണ്ട് വിട്ടിട്ട് പോണ്. എടാ നിക്കണ ഒരു മിനിറ്റ്, ഇതൊന്ന് ചോദിച്ചോട്ടെ, ഇമ്പോർട്ടന്റ് കാര്യമാ. എന്നത്തേക്ക് വരുമെന്ന് പറയണം. ഒരാഴ്ച 1 വീക്ക് നോക്കട്ടെ. ഹലോ ഓക്കെ. എടാ നിങ്ങക്ക് PL ഉണ്ടോ? 15 പിങ്ങുണ്ട്. പങ്ങുണ്ട്, PL ഉണ്ട്. വില്ലന്ദാസ് പ്രീ ബുക്ക്ഡ്. ശവകുടി അത് കണ്ടില്ലേ അണ്ണേ? പിത്തള തീരെ ഇത് കിട്ടി നമുക്ക്. വില്ലന്താ ഉടനെ ഉണ്ട്. ആള് പോയി. ഇനി നമ്മള് ചെയ്യണ്ടേ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? അങ്ങേ അറ്റത്ത് ആ പൂച്ചക്ക് കൊടുക്കണേ. അത് കൊടുക്ക. അത് ഇപ്പുറത്ത് വില്ലന്താസ്, അടുത്ത അപ്പുറത്ത് ഉടനെ ഉണ്ട്. അപ്പുറത്തായിരുന്നറിയാവോ അണ്ണാ? വില്ലംപ്രോ ഇതുകൊണ്ട് നാളെ തന്നെ കേറി കേട്ടോ. നാളെ തന്നെ കേറി വരുവേ. നാളെ കേറണ്ട്. ഇതാര് നീ വേണതാണത്? പിന്നല്ലാണ്ട് വേറെ ആരും CNB വേണത്. അപ്പൊ ഉറപ്പായിട്ടും കണ്ണൻ ചേട്ടൻ നാളെ വീട്ടിൽ വരും. ഇതിന്റെ CNB പ്രൊഡക്ഷൻ അല്ലേ? CNB മാർബിൾസ്. ചന്ദ്രനും ബാബു ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളേറ്റോണ ഞാനല്ലേ? ഒരാൾ ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ അവിടെ കുട പിടിച്ചിരിക്കുന്നത്. എണ്ണീറ്റ് വണങ്ങടാ പുള്ളിയെ. നീക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആളാ. കഷ്ടപ്പാടുകൾ എന്നൊക്കെ രക്ഷിച്ച ആളാ, അറിയാവോ? സത്യം. അണ്ണാ വേറൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, PL പോയേ സിറ്റി കത്തി PL അടിച്ചാൽ ഈ പുണ്ടച്ചി തോളൊന്നും ഇറങ്ങൂല. ഹലോ കേക്കാവോ നിനക്ക്? സംസാരിക്കുന്നേ റീസ്റ്റാർട്ട് വേണോടാ. ഇനി റീസ്റ്റാർട്ട് ചെയ്താലേ ശരിയാവുള്ളൂ. PL 25
അണ്ണാ പറഞ്ഞേക്കോ ഒന്നൊരു കാര്യം പറയാം. പറഞ്ഞു ഈ നമ്മുടെ പിത്തൾജി ഇല്ലേ പോണതിന് മുന്നേ പിത്തൾജിയുടെ പൂച്ച കൊടുത്തിട്ട് പോയതാണ് ബ്രിജുവിന്. അതായത് പൂച്ചയുടെ കൊച്ചാണ് ഇവൻ. പിത്തൾജിയുടെ പൂച്ചയുടെ കൊച്ചാണ് ബ്രിജു. ആണല്ലേ? അപ്പൊ ഓർമ്മയിൽ ഒരാളെങ്കിലും ഉണ്ടാവല്ലോ. ഞാൻ ഇപ്പുറത്ത് പറയാൻ വന്ന പേരെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ മെന്നിയണ്ണല്ലേ, അതിനു വേണ്ടിയാണ് ഈ ലെഫ്റ്റിലെ ശവകൂടി ഞാൻ ഒഴിച്ചിട്ടേക്കണേ. സൂൺ ഒരു മിനിറ്റ് ഞാനിതൊന്ന് പിത്തൽജി വിളിച്ചത് കാണിച്ചു കൊടുത്തോട്ടെ. ഇതിവിടെ ഉണ്ടായിരുന്നാ? ചേട്ടനെ ഒന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഓ അതിനായിരുന്നല്ലേ ചോദിച്ചു. അതാണ് ഇന്നലെ ചോദിച്ചത് എന്റെ അടുത്ത്. അല്ല പിങ് PL ഗോകുലുണ്ടെന്നാ? അയ്യോ, ഇപ്പൊ ചന്ദ്രന്റെ കുഞ്ഞമ്മക്ക് വിളി കേട്ടാ. എടാ എടുക്കുന്നില്ല, പുള്ളി എടുക്കുന്നില്ല ഏട്ടാ, പുള്ളി എടുക്കുന്നില്ല. 3 എണ്ണം ബാക്കിയുണ്ടല്ലോ. എടാ പുള്ളി എടുക്കുന്നില്ലടാ. ഇത് പിത്തൽജി എന്തോ മറ്റേ മനുഷ്യനും ഇത്ര വലിയ കല്ലറ. കുഞ്ഞമ്മയോടായത് 2-3 ആൾക്ക് എടുക്കാം ഒരുമിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ. ഇത് ആർക്കുള്ള ചന്ദ്ര? ചന്ദ്രന് ഇഷ്ടപ്പെട്ടത് ഇല്ലല്ല, ഇത് എനിക്കുള്ളതാണ്. ഇത് നമ്മളെ ഇത് ഞാൻ പറഞ്ഞില്ലേ, മിന്നിയണ്ണൻ ഇപ്പൊ ഒരു വനാന്തരത്തിന് പോയിട്ടുള്ളതല്ലേ. ആളെ കരടി വല്ലതും കടിച്ചു കൊന്നാൽ ഞാൻ പറഞ്ഞാണ് ചിലപ്പോ അങ്ങനെ ഉണ്ടായേക്കാം. കാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോഴേ വല്ല തുണി അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാഴ്ചക്കകത്ത് പ്രൂവ് ചെയ്യാനാണ് എന്റെ ഒരു നിഗമനം. ബഡി ഞാൻ ലൈവിലാണ് ബഡി, ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാവേ. കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. എന്തോ നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, എന്റെ കൂടെ ബാംഗ്ലൂർ പഠിച്ച കുറച്ച് ടീംസ് ഉണ്ട്. അവന്മാർ എന്റെ ജീവിതത്തില് എനിക്ക് സുഖമാണോന്ന് പോലും ചോദിക്കത്തില്ല. പക്ഷെ ന്യൂ ഇയർ ആവുന്നതിന് ഒരു 10-15 ദിവസം മുമ്പ് ന്യൂ ഇയറിന്റെ വെള്ളോടി പ്ലാൻ ചെയ്യാൻ ഞാൻ പഠിച്ചിറങ്ങിയതിന്റെ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ വിളിക്കും. അവനെ ഇപ്പൊ വിളിച്ചത് ഒരു ബെഞ്ചിൽ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ച എന്റെ കൂട്ടുകാരൻ. അവൻ വിളിച്ചു. അവൻ വിളിക്കുമ്പോൾ ഞാൻ കലണ്ടർ നോക്കുന്ന പറയാം ആ ന്യൂ ഇയർ എത്തി, ക്രിസ്മസ് എത്തി. അവനല്ലേ വിളിച്ചത്. അവൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. കൂട്ടുകാരനെത്തി. ഹലോ അണ്ണനുള്ള ആഗ്രഹം ഉണ്ടായതിന് വേണമെന്ന് കല്ലറെ പറ്റി നമുക്ക് ഇതേ വേണ്ട നമുക്ക്. എടാ ചിരിച്ചോണ്ട് നിൽക്കണുണ്ടാണ് ചന്ദ്ര, പിള്ളേരുടെ മുമ്പ് വെച്ച് പിള്ളേരുടെ മുമ്പ് വെച്ച് എനിക്ക് പറയാൻ ഒന്ന് മാറിക്കോ നിങ്ങൾ രണ്ടുപേരും. നമുക്കൊന്നുമേ കല്ലറെ പറ്റി ആലോചിക്കുക പോലും വേണ്ട. എന്നെ നിന്നെയൊക്കെ ഏതെങ്കിലും ഗ്യാങ് തല്ലിക്കൊന്ന് എവിടെയെങ്കിലും വഴിയിലിട്ട് അവിടെ തന്നെ ദഹിപ്പിക്കും. നമുക്ക് കല്ലറ എന്തിനാ? ഇത് പുള്ളി മറ്റേ വണ്ടി ഇടിച്ചു മരിച്ചു പോയതല്ലേ? പുള്ളിയുടെ അസ്ഥി കിട്ടി. നമുക്ക് അങ്ങനെ അതല്ല കഴിഞ്ഞ ദിവസം ലോറി കൊണ്ട് ഇറക്കിയതാണ്, കണ്ടില്ലേ അത്? എടാ നമ്മളിവിടെ ആക്റ്റീവ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളെ കത്തിക്കും. വഴി തന്നെ നമ്മുടെ ദഹനമൊക്കെ വല്ല ചാരം വല്ലതും കൊണ്ട് അടക്കാന്നല്ലാതെ. എനിക്ക് സംശയം ഞാൻ മന്ദാരത്തിനെ പോലെ ഇമ്മോർട്ടൽ ആണോ എന്ന്. ഞാൻ ഇപ്പൊ ചാകുന്നില്ല സത്യം പറഞ്ഞ. എനിക്ക് മരണമില്ല. SRR വാറ ഞാൻ വെളിയിരുന്ന് POV ഉണ്ടായിരുന്നു കളിക്കാൻ പറ്റാഞ്ഞപ്പോഴേ. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങനെ ലാസ്റ്റത്തെ അത് കണ്ട ലാസ്റ്റത്തെ അത് ഞാൻ ബാബുവിന് കൊടുക്കും. ജീവിച്ചിരിപ്പെട്ടത് അറിയിക്കുക ഇടയ്ക്കൊക്കെ വരും കേട്ടാ. അവനെ ജീവൻ അതാണ്. അവൻ വരും അതുകൊണ്ട് അവൻ എന്തായാലും വരും. അവൻ ചിലപ്പോ വന്നിട്ട് എന്നെ ചിലപ്പോ കുഴിച്ചിടും അതിനകത്ത്. അതാണ് എന്റെ പേടി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ പ്രോപ്പറായിട്ട് അടച്ചെന്നെ. ഉറക്കത്തിലൊക്കെ സ്ഥാനമോഹികളുണ്ട് ഇവിടെ. കൊണ്ട് കുഴിച്ചങ്ങിടും. നീ പേടിച്ചാ മതി. ഞാൻ പറയട്ടെ, നീ ഉറങ്ങി കിടക്കുമ്പോ ബാബു വന്ന് നേരെ നിന്നെ ഈ സ്ലാബിലിട്ടൊക്കെ അടയ്ക്കും. സത്യമല്ലേ? ഒരു സംശയമില്ല, അതല്ലേ പറഞ്ഞേ. അണ്ണാ ഇത് മറ്റേ ഇത് വില്ലൻദാസിനുള്ളൊരു ഇതാണ്. ഇപ്പൊ വില്ലൻദാസ് ലാസ്റ്റ് എവിടെയാണ് പോയത്? അറിഞ്ഞൂടാ.
ഒരു കഥയെ ഉണ്ടാക്കും നമ്മള്. ക്യാരക്ടർ എന്റെ പിന്നെ പറയാൻ പറ്റില്ല അണ്ണാ. അണ്ണാ ഇപ്പഴേ പറയാം. എന്താ? ശവകുടീരത്തിന് കയറി എനിക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റൂല. തിരിച്ചുതരാൻ പറ്റില്ല, തിരിച്ചുതരാൻ ഇത് പറ്റില്ല. ക്യാരക്ടറിന്റെ അതെ പിത്തർജി പോയി, പിത്തർജി ഇല്ല. എടാ നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റേ നമ്മുടെ സാബ്ഗുരു ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതിയോ, നീ വരുന്നുണ്ടോ? അണ്ണം പോയി എനിക്ക് പോയി അങ്ങനെ 10-100 വണ്ടിയിൽ ഇടയ്ക്ക് സംസാരിക്കാം. ലാഗടിച്ച് അവിടെ നിന്നിട്ട് കണഞ്ഞ് PL കൂടി എപ്പോ പോയാലും പുള്ളി എന്തെങ്കിലും വണ്ടിയും പൈസയൊക്കെ തരും. ഞാൻ പോയിട്ട് വരാം, ഞാൻ ഇവനെ കൊണ്ട് പോവാം. എന്നാ വരുന്നോ? ഞാൻ പറഞ്ഞു വണ്ടി വണ്ടി കിട്ടാണ്. ആ വണ്ടി കിട്ടി. അപ്പൂക്കട്ട പറഞ്ഞ വണ്ടി കാര്യമാണ് പറഞ്ഞത്. അതാ അപ്പൂക്കട്ടന്. എടാ ഇതിനകത്ത് ചെരുപ്പിട്ട് കയറല ഇനി ആരും. ദൈവമേ ക്ഷമിക്കണം, ചെരുപ്പൂരി കയറണം കേട്ടോ എല്ലാരും. പിത്തൽജി ഉറങ്ങുന്ന സ്ഥലമാണ് ഇത് അതെ ചേട്ടാ. ഇനി പലരും ഉറങ്ങാൻ പോണ സ്ഥലമാണ്. ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ലല്ലോ ഇനി. ഇവിടെ വരുമ്പോ തന്നെ പിത്തൽജിയുടെ ഒരു മണവും പ്രസൻസും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. തീർത്ഥത്തിന്റെ ഒരു മണം. നാറ്റുണ്ട്. അത് പൂച്ചയുടെ അപ്പിയുടെ മണം അത്. എടാ ചന്ദ്രൻ നേരത്തെ ചന്തിയൊക്കെ തുടക്കുന്നുണ്ടായിരുന്നു. ആരുടെ? ചന്ദ്രന്റെ തന്നെ. അശ്ശേ. ആ ചെരുപ്പിടട്ടെ. ഞാൻ പിത്തൽജിയുടെ ആത്മാവ് പോലെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ. മനസ്സിലായണ്ണ? എടാ എന്താ വാറ്റുഗോകുന്റെ ബോഡി എവിടെന്നെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ പേടിച്ചു അതൊന്ന് അറേഞ്ച് ചെയ്യണേ പ്ലീസ്. ആ ബോഡി ഒന്ന്. അവൻ കായംപുരത്തിന്റെ ഒരു എണ്ണ കമ്പനിയിലാണ് അവസാനം പോയത്. എണ്ണ കമ്പനിയില് ഒന്ന് ത്രൂ ഔട്ട് ചെക്ക് ചെയ്ത് അതൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഒന്ന് റീകൺഫേം ചെയ്ത് നോക്കാം നമുക്ക്. അതെ അത് വിട്ട് കളയാൻ പാടില്ല. അതായത് അവനൊരു വാറ്റിയിട്ട് അണ്ണാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നേരെ പോയണ്ണ, നേരെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് വണ്ടി കൊണ്ടുപോയി എന്റെ ഏതോ കുണ്ണ. നമുക്ക് 4 പേർക്ക് നമുക്ക് കൊമ്പനെ എടുത്താലോ? വണ്ടി ഇല്ലല്ല എന്റെ കൊമ്പനെ അറിഞ്ഞൂടെ? എന്റെ തക്കടെ വീട്ടിൽ വണ്ടി ആരാ എടുത്തേ? മതാരാ? വാർ ഇപ്പോഴൊന്നും അല്ല ഗൈസ്. വാർ 12 മണിക്ക് ആവശ്യം. എടാ ഉണ്ടോ ഇന്ന്? 12 മണിക്ക്. 12 മണിക്ക് കൊണ്ടുവന്നേ. ഇതാരും നമ്മുടെ വണ്ടിയല്ലേ ഈ പോണ്? ഞാൻ റേഡിയോയിൽ കേറിയില്ലല്ലേ? എന്റെ കടയിലൂടെ കൊണ്ടോ. എന്റെ കടയിലൂടെ പെട്ടെന്നുണ്ട്. വാസോണ്ടെ കാണിക്കാനാ അണ്ണാ. കേട്ടാ ഞാൻ എന്റെ കൊമ്പനെ എടുക്കട്ടെ. ഞാൻ കണ്ണുകുത്തി 11:30 മാറാൻ. എടാ ചന്ദ്ര ഗ്രൂപ്പിൽ എത്ര പേര് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് ഫൈനൽ 15 ലിസ്റ്റ് ഇടാൻ വേണ്ടിട്ട് എനിക്ക്. ഇത് മറ്റേതല്ലേ അണ്ണാ ഫോണാണോ? ആ ഫോണാണോടാ? ഫോണാണ്. അയ്യേ നല്ലൊരു വണ്ടി അപ്പിയാക്കി. ഇതിന്റെ മുകളിൽ എന്തിനാണ് മറ്റേ തുണി അലക്കുന്ന ഈ സാധനം വെച്ചേക്കണേ? സ്റ്റിയറിംഗ് ഇതില് കേറാൻ പോലും പറ്റണില്ല. ഇതെന്താ ചന്ദ്ര ചോറ്റ് മാത്രം? പണ്ട് കുറച്ച് പണിയുണ്ട്. ഓടിച്ചോ ഓരോ സാധനം ഇളക്കി വരുന്നു. അണ്ണാ ഇനി വേറെ സാധനം കാണിച്ചേട്ടാ. അത് ഞാൻ ഇപ്പൊ ഇൻവെന്റ് ചെയ്താണ്. ഇത് സൈലോട്ട് നോക്കിയേ. അണ്ണാ F6 അടിച്ചിട്ട് വണ്ടിയുടെ ബോണറ്റ് നോക്കിയേ. F6 അടിച്ചിട്ട് ബോണറ്റോ? ഇത് സ്ക്രാപ്പി എന്ന് പറഞ്ഞിരുന്നതാണല്ലേ? ചുറ്റിക ചോറ്റ് മാത്രം. അണ്ണാ അത് വണ്ടി പണിഞ്ഞേ കുറച്ച് വണ്ടിക്ക് കുറച്ച് ടെക്നിക്കൽ സൈഡ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അതായത് കുറച്ച് വയറിംഗ് സംഭവങ്ങളുണ്ട്. അത് എല്ലാം ശരിയാക്കുമ്പോഴത്തേക്ക് നാളെ ശരിയാവും. ഇതാരാ? ഇതൊക്കെ ആരാണ്? അവന് അതൊരു വള്ളിയല്ലടാ ചന്ദ്ര. അതൊരു എന്റെ വണ്ടിയാണ്. വെച്ചുപിടി ആരുടെ വണ്ടിയാ? കോളാലെടുത്തറി. ഇതെന്റെ വണ്ടി അല്ല ഫ്രണ്ടിൽ പോയത്. അതാരുടെ വണ്ടി? അതേ പോണം. ചെലപ്പോ അവന് PL കൊണ്ടായിരിക്കുമോ അവൻ നമ്മളെ. കണ്ടോ അവൻ തെറിച്ച് പോവാടാ പാവടാ.
ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. വണ്ടി കുടുങ്ങിയിരിക്കുകയാണ്. അതെ 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 അവൻ അതെ 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 ആ, അവൻ തന്നെ, അവൻ തന്നെ. ഏ? ഇങ്ങനെ പോയാ കയറി അവൻ എന്തായാലും നമ്മുടെ പമ്പി കയറി നമ്മളിപ്പോ മറ്റേ വെള്ളത്തിൽ വീട്ടിലെ നമ്മളെ കണ്ട് വെള്ളത്തിലെത്തി നമ്മള് ഹലോ ബ്രോ ഹലോ 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 ബ്രോയാ? ഏത് ബ്രോ? ബ്രോ കേക്കാവോ ഹലോ ഇറങ്ങി ശരിയാണ് നിങ്ങൾ എന്ത് ഇതിനകത്തിരിക്കുന്നേ നമ്മള് വെള്ളത്തിലായി ഞങ്ങള് വെള്ളത്തിലാണ്. വെള്ളത്തിലാ ഓ ഞാൻ വണ്ടി റിവേഴ്സ് എടുത്ത് പിന്നെ വെള്ളത്തിലാണ് നമ്മണ്ട്. വെള്ളത്തിൽ കിടക്കുന്നോ പിന്നെ 552 MSCT ഇപ്പൊ പോവേ. ശരിയാ ഇത് കത്തും കേട്ടാ ഇത് കത്തും എടാ ഞാൻ ശരിക്കും പറയാം നിങ്ങളുടെ അടുത്ത് നമ്മളിപ്പോ ടോളിന്റെ അവിടെ എത്തി. ടോള് കഴിഞ്ഞതാ UK ഹോസ്പിറ്റൽ അടി കിടക്കുന്നു. അടിയിലാണ് വെള്ളത്തിൽ അപ്പൊ സിറ്റി ഇപ്പൊ ഒന്ന് റീസ്റ്റാർട്ട് ആവും ഗൈസ് ഉറപ്പായിട്ടും. PL 30 പറഞ്ഞില്ലേ ഇത് നമുക്കറിയാം. PL അടിച്ചു പോയി, സിറ്റി പോയി. ശരിയാ നീ കേട്ടത് ശരിയാ. കാടിളക്കി വരുന്ന കൊമ്പനെ പണച്ചത് ശരിയാ. വിത്തുകൾ വിതച്ചത് നാളെ പാട്ടില്ല ശരിയാ. എക്സ്പീരിയൻസ് അറിയില്ല നമ്മുടെ 59 ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ലോഡായി. ഇവന്മാരുടെ അങ്ങനെ അല്ലല്ലോ, ഇവന്മാർക്ക് അങ്ങനെ കറക്റ്റ് ലോഡ് ആവില്ല. ഒരു വെള്ളത്തിൽ എവിടെയോ പിന്നെ ഫിഫ്റ്റി സീരീസ് കത്തിയിട്ടില്ല, ഞാൻ ആയിരം ബസ് നിൽക്കുന്നത്. എടാ ഗോകു ചത്ത കത്തില്ല, ഞാൻ ഇറങ്ങി കത്തി. ഇപ്പോഴാണ് എന്റെ ഫൈവ് ക്ലോസ് ആയത്. എന്തോ എന്തോ എന്താ അറിയണം നിങ്ങളൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നേ? എടാ പൂച്ചക്കൊണ്ട് ഇറങ്ങി വാട്ടാ, നീ അഭിനയിക്കില്ലേ? എന്നെ ഇപ്പഴാ വോളോഷെയിം നോക്ക്, വോളോഷെയിമില് പുതിയ ആൾക്കാർ വന്നോ? മൾട്ടിപ്പിൾ അണ്ണാ വേറൊരു പ്രശ്നം ഉണ്ട് അണ്ണാ. ഇന്നൊരു പയ്യനല്ലേ അണ്ണാ മുതുക്കിയിരുന്ന് മുട്ടം കോണ അണ്ണനൊക്കെ തെറി പറയുന്നു മുതുക്കിയിരുന്ന്. എനിക്ക് കേക്കണ്ട, എനിക്ക് പ്രശ്നമില്ല. എതിരെ നിന്ന് ഒരാളുടെ മനസ്സറിയാൻ തീരാതെ പ്രശ്നമേ ഉള്ളൂ. എനിക്കതൊന്നും കേൾക്കാൻ കാണുക വേണ്ട. എനിക്കതൊന്നും കേൾക്കാൻ കാണുക വേണ്ട. 2025 കോൺട്രവേഴ്സി കഴിഞ്ഞു, ഇനി ഇല്ല. ഇനി എന്റെ സൈഡിൽ അങ്ങനെ ഉള്ളതില്ല. അവൻ പറഞ്ഞു വിടാം, അവനൊരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, പാവം. അല്ല അവന്റെ ചേട്ടനാണ് അവിടെ ഇരുന്ന് തെറി പറഞ്ഞത്. ചേട്ടൻ പേടിച്ചിട്ട് അനിയനും എടുത്ത്. അനിയൻ കൊറേ സോറി പറഞ്ഞു പെർമനന്റ് മേടിച്ചു. ഓ വരലും പോലും കഴിഞ്ഞ അവ ഇന്നാ സിറ്റി വന്നത്. ക്യാരക്ടർ നെയിം ക്രിസ്പി ഡയോസ്, സെർജിയോ ഡയോസ്, ഇലക്ട്രോ സാധാരണ നമ്മുടെ ഡയോസ് അല്ല കേസ്. ഞാൻ നോക്കട്ടെ വരാം. ഇവനെയാണോ ഇത്? എന്താ കാരണം? എന്താ ഫയലാണോ ഇത്? മൾട്ടി അക്കൗണ്ട് യൂസേജ് ആടാ, മൾട്ടി അക്കൗണ്ട് യൂസേജ് ആടാ. മൾട്ടി അക്കൗണ്ട് ഫയലിന്റെ പേരാണെന്നോ? ഇത് പുതിയ വോളോസ്യം, ഇതല്ല. ഇതിന് മണ്ടയ്ക്കത്തെ കാര്യം പറഞ്ഞു. വേറെ വോളോസ്യം അല്ല, മണ്ടയ്ക്ക് നോവ പ്രൈമിനെ പിടിച്ചേക്കുന്നുണ്ടാ. ഇത് ഹാക്കല്ല, ഇത് മൾട്ടിപ്പിൾ അക്കൗണ്ട്. ഇതെന്താ നോവ പ്രൈം? ഇതാര്? ഇവ ഫയൽ ഇട്ട് കഴിഞ്ഞ് ഇവനെ വീസി കളിപ്പിച്ചപ്പോ മുങ്ങി വേറെ അക്കൗണ്ടിൽ വന്ന് പിന്നെയും കളിച്ച്, പിന്നെയും വിളിച്ചപ്പോ പിന്നെയും പിടിച്ചപ്പോ അടുത്ത അക്കൗണ്ടിൽ വന്നു. അങ്ങനെ വീണ്ടും പിടിച്ച്. ബുദ്ധി ഇല്ലാത്ത ഇത് ചെയ്യണോ ഞാൻ പറഞ്ഞില്ലടാ, അതാ കൂട്ടത്തില. അല്ല ഇതിന്റെയൊക്കെ ഓളിത്തരം എല്ലാ പേരിലും അറ്റത്തോണ്ട് ഡയോസും കയറ്റി ഇവനല്ലാതെ ചെയ്തേക്കുന്നേ. ഡയോസ് കയറ്റിയേക്കുന്നത് താഴത്തവനാടാ. അവന്റെ കാര്യമാണ് കിണ്ടി പറഞ്ഞത്. അവന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഏത്? നോവ പ്രൈം വേറെ. നോവ പ്രൈം ആണ് ഹാക്ക് ഇട്ടാൻ പിടിച്ചത്. മറ്റേത് രണ്ട് ഹാക്കാണ്. രണ്ട് ഹാക്കാണോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം നമുക്ക്. ഇവനുണ്ട നോവ പ്രൈം, ട്രേസ്ലെസ്, പ്രിസം ഹാക്ക്, മൾട്ടിപ്പിൾ ക്ലിക്കേഴ്സ്, എൻവിഡിയ എക്സിക്യൂഷൻ ലോഗ്. ഇല്ലാത്തൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അയ്യോ ഇതൊക്കെ സംഭവങ്ങളാ. ഇതൊക്കെ എന്താളിയാ? അവൻ നമുക്കൂടെ പറഞ്ഞുതരാൻ പറ. ഇതെന്താ കല്ലുപ്പോ? Permanent ban and blacklist not appealable. Permanent PvP ban ചെയ്യും. Proof of crime, blood and the incident. നോക്കട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിൽ പാട്ടിൽ കേൾക്കുന്നു. ദൈവത്തിന്റെ കളിച്ചിട്ട് പോലും രക്ഷയില്ല.
ഇവൻ പോലും കൂടുന്നില്ല. ഇവൻ പോലും കൂടെ നിന്നില്ല ഫയലിന്റെ അടുത്ത്. എന്ത് കിടിലൻ പ്ലെയർ അല്ലേ? മറ്റേ ക്ലിപ്പ് കാണണം, മറ്റേത് കണ്ടാ സങ്കടം വരും. അവന്റെ തല തെറിച്ചു കൂടാ. സങ്കടം വരും. മിഷി പിസ്റ്റൽ അടിക്കണ ത്രീ ടാപ്പ്. മറ്റേ വെച്ച് മറ്റേ ഒരു സെക്കൻഡ് തൊട്ടാപ്പ് കടിച്ചു എന്താ അടിയല്ലേ അടിച്ചത്. ഇവനൊക്കെ ഒരു വാറിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എടാ ഇല്ലടാ, ഇവന്മാര് വാറിൽ ഇങ്ങനെ ഇട്ട് അടിച്ച ഇവന്മാര് തൂക്കൂടാ പടപടയെ. മനസ്സിലായ? ഇവന്മാര് വാറിൽ ഇങ്ങനെ ഇട്ട് അടിച്ച ഇവന്മാര് തൂക്കും. അവന്റെ ഹെയിം പോയി അവിടെ. റിക്രൂട്ട് ചെയ്യാമോ? അതിലും പക്ഷെ ആളുടെ തോന്നുന്നുണ്ട് ചില സമയത്ത് ആള് മറ്റേ കണ്ടോ ഉപ്പിടുക. വേറെ നമുക്ക് ഹാക്ക് ഇടാത്ത ഹാക്കേഴ്സ് ഉണ്ടെന്ന് പറയണേ. റീസൈക്കിൾ ബിൻ മോഡിഫൈഡ് 4 മിനിറ്റ് ആക്കോ. ട്രേസർ.exe എക്സിക്യൂട്ടർ 15 മിനിറ്റ് ആക്കോ. കിടപ്പുണ്ട്. എന്നെല്ലാരും ഹാക്കർന്ന് വെച്ചോണ്ടിരുന്നേക്കളെ എന്റെ കളി കണ്ടിട്ട്. അതെ 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 അടിയുള്ളാത്ത ഹാക്കും. അതെ 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 അതെ. ആരാ പറഞ്ഞത്? ചന്ദ്രനെ അത് റിവീൽ ചെയ്യാം. സത്യം ഞാൻ അത് റിവീൽ ചെയ്യാം. ചന്ദ്രനെ ഹാക്ക് പിടിച്ച്, അതായത് സെർവറിന്റെ പേര് ഞാൻ പറയാനില്ല. അതായത് ഹാക്ക് ഇട്ടിട്ട് പോലും ഒരാളുടെ തലയിൽ കൊള്ളിക്കാൻ പറ്റാതായപ്പോ അവർക്ക് സസ് തോന്നി. PO കണ്ടിട്ട് അവർ സസ് തോന്നി ആൾക്കാർക്ക്, അവിടുത്തെ അഡ്മിൻസിന്. അങ്ങനെ വിളിച്ച് ഇവര് വെരിഫൈ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അത്രയും സ്കിൽലെസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇനി സെർവറിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞു ഇനി ഇതാക്കണില്ല. എനിക്കറിയാം. നീയാണ് ഇന്നലെ എന്റെ തോറ്റ. ചന്ദ്ര കണ്ട മൂവ്മെന്റ് എടുത്ത പൊട്ടച്ചികളെ ഇവിടെ കളിക്കാൻ മനസ്സിലായ. ഞങ്ങളൊക്കെ മറ്റേ നിന്റെ ഊമ്പിയ TDS-ല് നമ്മളൊക്കെ വാറിലെ അടിക്കുള്ളൂ. ആ POV കാണണമെങ്കിൽ ഈഗിൾ ഗെയിമിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മതി. ഞങ്ങളൊക്കെ വാറിലെ അടിക്കുള്ളൂ. അല്ലാതെ TDM-ൽ 1v1 ഇട്ടിട്ട് മറ്റേ ഫേക്ക് മൂവ്മെന്റ് ഇട്ട് കില്ലുണ്ടാക്കുന്നതല്ല. ഞങ്ങള് TDM-ൽ അടിക്കത്തില്ല. ഞങ്ങള് വാർ വരുമ്പോ കളിക്കും. മനസ്സിലായ? നമ്മൾ ഇമ്പാക്ട് പ്ലേയേഴ്സ് ആണ്. ഇന്നലെ നമ്മളില്ലായിരുന്നെങ്കിലേ തൊലഞ്ഞാനല്ലാണോ. സത്യം 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 കളിയാ. നിന്നെ അവിടെ തല്ലാൻ കൊടുത്തപ്പോ നമുക്ക് മിനിമം 5 പിക്കാ കിട്ടിയത്. നിന്നെ അടിച്ച് 5 പേരെ നമ്മുടെ പിള്ളേരടിച്ച്. സോവയുടെ റിവീലായിരുന്നു. നീ നിന്റെ ലൈവ് നോക്കിയിരുന്നല്ലേ? നീ ഇന്നലെ സോവയുടെ റിവീലായിരുന്നു. നീ അവിടെ റിവീൽ ആയപ്പോഴത്തേക്കിന് 50 പേരാണ് അടിക്കാൻ ഇറങ്ങി. അവന്മാരാണ് നമ്മൾ അടിച്ചത്. SRKയുടെ വ്യൂ വേണോ? സിനിമയിലെ മറ്റേ സിനിമാറ്റിക്സിലെ ഗൺ ഫ്ലാഷും മറ്റേ തോക്കുന്ന പുകയൊക്കെ വരുന്നു. അതൊക്കെ സിറ്റി വന്നോ? സിറ്റി വന്നോ? സിറ്റി വന്നു തോന്നുന്നു. ഹാക്ക് കൊടുത്തോണ്ട് ഡിഫമേഷന് കേസ് കൊടുത്തു. സത്യം. ഒരു ഹാക്ക് എഴുതിട്ട് അത് അബ്യൂസ് ചെയ്ത് വന്നില്ലേ ചന്ദ്രൻ? റിസൾട്ട് ഉള്ളതൊക്കെ പറഞ്ഞു. റിവ്യൂ ഒക്കെ ഇട്ടു അവിടെ പോയിട്ട്. നിന്റെ ഹാക്ക് വെടിയൊന്നും കൊള്ളുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് എടാ സ്റ്റീവ് നീ സംസാരിക്കില്ല. ഹാക്കൊക്കെ യൂസ് ചെയ്യാൻ സംസാരിക്കില്ല. നോക്കട്ടെ സിറ്റിയിലോടാ. ഇല്ലടാ. ഫെയിൽഡ് ടു ഫെച്ച് യുവർ ഡിസ്കോർഡ് നെയിമോ? ആണോ? അതൊന്നുകൂടെ കൊടുത്താൽ മതി. ഇല്ല സെർവർ അപ്പായെന്ന് പറ. എനിക്ക് എനിക്ക് അപ്പായ ഞാൻ കേറി. എന്റെ 3 ID നമ്പർ 3. ഞാൻ ID 2.